يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. സത്യവിശ്വാസികളെ വിശ്വാസികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിച്ച് ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി നന്മയുടെ സത്യത്തിന്റെ ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. QHLS പഠന ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സൂറത്ത് ഹജ്ജിലെ 1-2 ആയത്തുകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഇൻഷാ അല്ലാഹ് 3-4 ആയത്തുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഞാനിവിടെ ആമുഖത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്, 3-4 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത് വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൻ യുജാദിലു ഫില്ലാഹി, അല്ലാഹുവിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ, ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ, വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, ധിക്കാരികളായ അഹങ്കാരികളായ ശൈത്താനുകൾ, പിശാചുകൾ, അവരെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകളുണ്ട്. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു,
പിശാചിന്റെ മേൽ എഴുതപ്പെട്ടിട്ടുണ്ട്. കുത്തിബ അലൈഹി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മേൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവനെ ആരെല്ലാം രക്ഷാധികാരികളായി സ്വീകരിക്കുന്നുവോ, അവരിലേക്ക് ആരെല്ലാം തിരിയുന്നുവോ, തീർച്ചയായിട്ടും ആ പിശാച് അവനെ പിഴപ്പിക്കുക തന്നെ ചെയ്യും, വഴികേടിലാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ, ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് ആ ശൈത്താൻ തന്റെ രക്ഷാധികാരിയായവരെ സ്വീകരിച്ചവനെ നയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 3-4 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടും നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ആയത്തുകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഈ ആയത്തുകളുടെ തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അവരുടെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഖാല സുദ്ദി, ഇമാം സുദ്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന റഹിമഹുല്ലാ മഹാനായ പണ്ഡിതൻ പറയുകയാണ്, അദ്ദേഹത്തിന് അൻ അബീ മാലിക്, അബൂ മാലിക്കിൽ നിന്ന് വിവരം കിട്ടി, നസലത്ത് ഹാദിഹിൽ ആയത്തു ഫി നളർ ഇബ്നുൽ ഹാരിസ്, നളർ ഇബ്നുൽ ഹാരിസ് എന്ന ഒരു കാഫിറിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. നളർ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ കാഫിറാണ്, നിഷേധിയാണ്, തർക്കിക്കുന്നവനാണ്. മാത്രമല്ല വകദാലിക ഖാല ഇബ്നു ജുറൈജ്, ഇബ്നു ജുറൈജും ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് 3-4 ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് നളർ ഇബ്നുൽ ഹാരിസിന്റെ വിഷയത്തിലാണ്. അപ്പോൾ നമ്മൾ പഠിക്കണം, ആരാണ് നളർ ഇബ്നുൽ ഹാരിസ് ഇബ്നു കൽദ ഇബ്നു അൽഖമത്ത് ഇബ്നു അബ്ദുൽ മനാഫ്? ആരാണ് നളർ ഇബ്നുൽ ഹാരിസ്? അബ്ദുൽ മനാഫിന്റെ മകൻ, അൽഖമയുടെ മകൻ, അതുപോലെ തന്നെ കൽദയുടെ മകൻ, ഹാരിസിന്റെ മകൻ നളർ. അതാണ് നളർ ഇബ്നുൽ ഹാരിസ്. കാന മിൻ സാദത്തി ഖുറൈശ് വമിൻ ബനി അബ്ദുദ്ദാർ, അബ്ദുദ്ദാർ ഗോത്രത്തിലുള്ള ഖുറൈശി നേതാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു നളർ ഇബ്നുൽ ഹാരിസ്. സാഫറ ഇലൽ ഹീറത്തി വഫാരിസ്, ഹീറയിലേക്ക് അതുപോലെ തന്നെ ഫാർസിലേക്ക് ഒക്കെ യാത്ര ചെയ്യും. നളർ ഇബ്നുൽ ഹാരിസ് വ്യാപാരികൾക്ക് വേണ്ടിയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ആ വ്യാപാരത്തോടൊപ്പം ഫതഅല്ലമ അഖ്ബാറൽ മുലൂകി വഖിസസിൽ ഫാരിസ്, അവിടെയുള്ള രാജാക്കന്മാരുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ഫാർസികളുടെ കഥകളും എല്ലാം പഠിക്കും. വകാന യുഹദ്ദിസു അഹ്ലൽ മക്ക ബിഖസസി റുസ്തമ വൈസ്ഫന്ദിയ. അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വരും. മക്കക്കാരനാണ്, ഖുറൈശിക്കാരനാണ്. മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് റുസ്തമിന്റെയും ഇസ്ഫന്ദിയാറിന്റെയും ചരിത്ര കഥകൾ അവിടെ നിന്ന് കേട്ടത്, ഫാർസിയിൽ നിന്ന് കേട്ടത്, ചരിത്രങ്ങൾ, കഥകൾ, അതൊക്കെ വന്നിട്ട് മക്കയിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് നളർ ഇബ്നുൽ ഹാരിസിന്റെ ജോലി. എന്തിനാണ് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്? ലിയസ്രിഫഹും, മക്കക്കാരെ തിരിപ്പിക്കുവാൻ. എന്തിൽ നിന്ന്? അൻ സമാഇൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് കേൾക്കുന്നതിൽ നിന്ന്, അത് പഠിക്കുന്നതിൽ നിന്ന് ആളുകളെ തിരിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം നാടുകളിൽ പോയിട്ട് അവിടെ നിന്ന് കഥകൾ കേട്ടിട്ട് മക്കയിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? ഈ കഥകൾ മക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കും, ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടി. പറയപ്പെടുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലെ
ആറാമത്തെ വചനം നമുക്കെല്ലാം അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഈ വിഷയത്തിലാണ്. ഈ ആയത്ത് ഇറങ്ങിയത് ഏതായത്ത്? ലുഖ്മാനിലെ സൂറത്തുൽ ലുഖ്മാനിലെ ആറാമത്തെ വചനം. മിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. മിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൻ യശ്തരി ലഹുൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്നവർ. ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞ നദർ ബിൻ ഹാരിസിനെ പോലെയുള്ള ആളുകൾ മറ്റുള്ള നാടുകളിൽ പോയിട്ട് വ്യാപാരങ്ങൾ നടത്തിയിട്ട് അവിടെ നിന്ന് കവിതകളും പാട്ടുകളും എല്ലാം പഠിച്ചു വന്നിട്ട് മക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിനു വേണ്ടി. ബിഗൈരി ഇൽമിൻ, എന്തെങ്കിലും അറിവ് വിജ്ഞാനം അവർക്കുണ്ടോ? ഒരിക്കലുമില്ല. വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. പരിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിനെയും മുഹമ്മദ് റസൂലുള്ളാഹിയെയും എല്ലാം പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് അപമാനകരമായ നിന്ദ്യമായ ശിക്ഷയാണ് കാത്തിരിക്കാനുള്ളത്. അവർക്ക് അത്തരം അപമാനകരമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കോട് കൂടിയുള്ള പാട്ടുകൾ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. എന്താണ് മ്യൂസിക് ഹറാമാണ് എന്ന് പറയാനുള്ള തെളിവെന്താണ്? അതിന് സഹാബത്ത് ഓതിയ ആയത്ത് ഇതാണ്. ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്, മ്യൂസിക് ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അല്ലാഹുവിന്റെ ഖുർആനാണ്, കലാമാണ്.
മ്യൂസിക് എന്നുള്ളത് അത് പൈശാചികതയാണ്, പിശാചിന്റേതാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേർമാർഗ്ഗം കാണിച്ചു തരുന്നതിന് വേണ്ടി ഇറക്കി തന്ന ഗ്രന്ഥമാണ് എങ്കിൽ ഒരിക്കലും കുഫറും ഈമാൻ അത് ഒരു സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഒന്നില്ലെങ്കിൽ ഈമാൻ, അതല്ലെങ്കിൽ കുഫർ, ഒന്നില്ലെങ്കിൽ മുഅ്മിൻ, അതല്ലെങ്കിൽ കാഫിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബന്ധങ്ങൾ ഖുർആനുമായിട്ടായിരിക്കും. അല്ലാഹു നിഷിദ്ധമാക്കിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ അവന്റെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയില്ല. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, നമ്മളെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. സംഗീതം ഉപയോഗിക്കുന്നവർ, മ്യൂസിക് ഉപയോഗിക്കുന്നവർ, എല്ലാ പാട്ടും നിഷിദ്ധമല്ല, എന്നാൽ മ്യൂസിക്കോട് കൂടിയുള്ള പാട്ടുകൾ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതിൽ സ്ഥായിയായവൻ, അതിൽ സ്ഥിരതയുള്ളവൻ, സ്ഥിരമായി കേൾക്കുന്നവൻ, അവൻ ഖുർആൻ കേൾക്കുകയില്ല, പഠിക്കുകയില്ല. അവൻ പിശാചിന്റെ വലയിൽ കുടുങ്ങിപ്പോയി. അവൻ ഒരിക്കലും പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനോ അത് ഓടുവാനോ അത് ഒരിക്കലും അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്ന കാര്യങ്ങളാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നദർ ബിൻ ഹാരിസിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. ബദറിന്റെ ദിവസമുണ്ടല്ലോ, ബദർ യുദ്ധം നടന്ന ദിവസം, ആ ബദർ യുദ്ധത്തിൽ വെച്ച് തടവ് പുള്ളിയായിട്ട് നദർ ബിൻ ഹാരിസിനെ പിടിക്കുകയും ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നദർ ബിൻ ഹാരിസിനെ കൊന്നുകളയാൻ പറഞ്ഞു. സബറൻ ഫീ വാദി സഫ്രാ, സഫ്രാ താഴ്വരയിൽ വെച്ചുകൊണ്ട് നദർ ബിൻ ഹാരിസിനെ നിങ്ങൾ കൊന്നുകളയണം. കാരണം അത്രയും അധികം ഇസ്ലാമിന് നേരെ ഒരുപാട് എതിർപ്പുകൾ, വിമർശനങ്ങൾ, ഇസ്ലാമിലേക്ക് വരുന്നവരെ മുഴുവൻ തടഞ്ഞിട്ടുള്ള ഒരു നദർ ബിൻ ഹാരിസ് എന്ന വൃത്തികെട്ട മനുഷ്യൻ ബദർ യുദ്ധത്തിൽ വെച്ച് പിടിക്കുകയും ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലി, കൊന്നുകളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ഫഖതലഹു അലി റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നദർ ബിൻ ഹാരിസിനെ കൊന്നുകളഞ്ഞു. അല്ലേ? ഈ മനുഷ്യന്റെ വിഷയത്തിലുള്ള ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് നമ്മൾ പറഞ്ഞു. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ വേറെയും അധ്യായങ്ങളിൽ നമുക്ക് ഈ വിഷയം നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ മആരിജ് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ മആരിജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യായത്തിലൂടെ പഠിപ്പിക്കുകയാണ്. സഅലസാഇലും ബിഅദാബിൻ വാഖിഅ للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا سأل سائل بعذاب واقع. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ചോദിക്കുകയാണ്. ചോദിക്കുന്നവൻ ചോദിച്ചപ്പോൾ ചോദിക്കുന്നവൻ ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ അവിടെ ഒളിഞ്ഞു കിടക്കുന്നത്, ചോദിക്കുന്നവൻ ചോദിക്കുന്നു. ചോദിക്കുന്നവൻ ചോദിക്കുന്നവൻ ചോദിക്കുന്നു. ആരാണ് ആ ചോദിക്കുന്നവൻ? നമ്മൾ പഠിക്കണം. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സഅല സായിലും എന്ന് പറഞ്ഞെടുത്ത് ചോദിക്കുന്നവൻ ആരാ? നദർ ബിൻ ഹാരിസ. ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ, ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം ബദർ യുദ്ധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞ പേർഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് കഥകളും കവിതകളും പഠിച്ചു വന്നിട്ട് ഇസ്ലാം കേൾക്കാതിരിക്കാൻ വേണ്ടി, ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടി മക്കയിൽ വന്നിട്ട് ഈ കഥകൾ പറഞ്ഞു കൊടുത്ത നദർ ബിൻ ഹാരിസ്, ആ നദർ ബിൻ ഹാരിസ് ചോദിക്കുകയാണ്, അല്ലാഹുവിൽ നിന്ന് വല്ല ശിക്ഷയും വരാനുണ്ട് എങ്കിൽ ആ ശിക്ഷ ഭാവിയിലല്ല, കുറെ കഴിഞ്ഞിട്ടല്ല, അത് ഇപ്പൊ സംഭവിക്കട്ടെ.
എത്ര ധിക്കാരാണ്, എത്ര അഹങ്കാരാണ്. ഇപ്പൊ സംഭവിക്കട്ടെ, മുഹമ്മദ് അങ്ങനെ വല്ല ശിക്ഷയുണ്ടെങ്കിൽ അതിപ്പറങ്ങട്ടെ ഞങ്ങളുടെ മേൽ. നിനക്ക് സാധിക്കുമെങ്കിൽ ആ ശിക്ഷ ഈ സമയത്തിറക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്ത മറുപടി, للكافرين ليس له دافع من الله ذي المعارج ഉന്നതിയിലുള്ള അത്യുന്നതിയിലുള്ള മിനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. 7 ആകാശങ്ങൾക്കപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. മലയിൽ അലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. അല്ലാഹുവിൽ നിന്ന് ഇത്തരം ധിക്കാരികൾക്ക്, കാഫിരീങ്ങൾക്ക് ശിക്ഷ ഇറങ്ങിയാൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഒരാൾക്കും ആ ശിക്ഷയെ നീക്കിക്കളയാൻ കഴിയില്ല. ഒരാൾക്കും അല്ലാഹുവിൽ നിന്ന് ഇറങ്ങുന്ന ശിക്ഷയെ തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് തുടർന്ന് 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഉയരത്തിലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹ്, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ആ റൂഹിനെ മലക്കുൽ മൗത്തും അതുപോലെ തന്നെ മലക്കുകൾ കൊണ്ടുപോകും. ഒരു മുഅ്മിനിന്റെ റൂഹാണ് എങ്കിൽ, ആത്മാവാണ് എങ്കിൽ 7 ആകാശങ്ങളും കടന്നുപോയി അല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോകും. അല്ലാഹുവിന്റെ ചാരത്ത് നമ്മുടെ റൂഹ് അത് മുഅ്മിനാണ് എങ്കിൽ, അത് വിശ്വാസിയാണ് എങ്കിൽ അല്ലാഹുവിന്റെ കൂടെ ഇരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ചാരത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ സമീപത്താണ് ആ റൂഹുള്ളത്. എത്രത്തോളമുണ്ട്? 50000 സന, 50000 വർഷത്തെ വഴി ദൂരം. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ നിന്ന് റൂഹ് കൊണ്ടുപോകുമ്പോ, ദുനിയാവിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുമ്പോൾ ഒരു മുഅ്മിനിന് 7 ആകാശങ്ങളും കടന്ന് മലയിൽ അയലയിലേക്ക് എത്തും, അല്ലാഹുവിന്റെ ചാരത്തേക്ക് എത്തും. നമ്മുടെ 50000 വർഷത്തിന്റെ വഴിദൂരമാണ്. പക്ഷേ 50000 വർഷത്തിന്റെ വഴിദൂരമുണ്ട് എങ്കിലും മലക്കുകളുടെ വേഗത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ഫള്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത അനുഗ്രഹം അല്ലേ. 50000 വർഷത്തെ വഴിദൂരമുണ്ടെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് അത് മലയിൽ അയലയിലേക്ക് എത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫസ്ബിർ സബ്റൻ ജമീല. ഈ രൂപത്തിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും എല്ലാം ഉണ്ടാകും. അതൊക്കെ അനുഭവിക്കുമ്പോൾ ഒരിക്കലും നീ പിന്മാറാൻ പാടില്ല. ദഅവത്തിൽ നിന്ന് നീ പിന്മാറാൻ പാടില്ല. മടി കാണിക്കരുത്, അലസത കാണിക്കരുത്. ക്ഷമയോടെ അല്ലാഹുവിന്റെ ദീൻ നീ പറഞ്ഞോ, ക്ഷമയോടെ നീ അല്ലാഹുവിന്റെ ഏകദൈവ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകദൈവ വിശ്വാസത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിച്ചോ. സൂറത്തുൽ മആരിജ് ആരുടെ വിഷയത്തിൽ അവതരിച്ചത്? നളർ ഇബ്നുൽ ഹാരിസ്, വൃത്തികെട്ട മനുഷ്യൻ, കൊന്നു കളഞ്ഞു ബദർ യുദ്ധത്തിന് ശേഷം. അത്രയും അധികം എതിർപ്പുകളാണ് ഇസ്ലാമിന് നേരെ, ഖുർആനിന് നേരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ എഴുതിവിട്ടത് അല്ലേ. നമ്മൾ ഇന്ന് ഓതി വെച്ച ആയത്ത്, നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്തുണ്ടല്ലോ സൂറത്ത് ഹജ്ജിലെ 1-2 ആയത്തുകൾ കഴിഞ്ഞിട്ട് 3-ാമത്തെ 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. ആരാ? നളർ ഇബ്നുൽ ഹാരിസ്. എത്ര സ്ഥലത്താ. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് എത്ര ഇസ്ലാമിന് നേരെ എത്ര അധികം എതിർപ്പുകൾ ആ വൃത്തികെട്ട മനുഷ്യൻ ചെയ്തിട്ടുണ്ടാകും. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ പരിചയപ്പെടുത്താനുള്ള കാരണം. അമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മയ്യുജാദിലു ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ അല്ലേ. യുജാദിലു, തർക്കിക്കുക, ജാദല, തർക്കം. തർക്കം 2 രൂപത്തിലുണ്ട്. നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. തർക്കം അത് 2 രൂപത്തിലുണ്ട്. അനുവദിച്ച തർക്കമുണ്ട്, അതുപോലെ തന്നെ നിഷിദ്ധമായ തർക്കമുണ്ട്. ഏതാണ് അനുവദിച്ച തർക്കം? സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വജാദിലുഹും ബില്ലതീ ഹി അഹ്സൻ. ഒരാൾ ഹിദായത്തിലേക്ക് വരാൻ,
സത്യം ഉൾക്കൊള്ളാൻ, സത്യം കേൾക്കാൻ അവരോട് നീ എന്ത് ചെയ്യണം? അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ നീ അവരുമായിട്ട് ജാദല വജാദിലുഹും, അവരുമായിട്ട് നീ തർക്കിക്കണം എന്ന് സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലേ? സത്യം അവർ കേൾക്കണം, സത്യം അവർ ഉൾക്കൊള്ളണം, സത്യം അവർ മനസ്സിലാക്കണം എന്ന നിയത്തോടു കൂടിയാണ് എങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തർക്കം പറഞ്ഞിട്ടുള്ളത് വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ പിശാചിന്റെ പാതയെ പിൻപറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകളുണ്ട്. ഇത് നിഷിദ്ധമാണ്, ഇത് ഹറാമായതാണ്. ഒരിക്കലും പിന്നെ ഹക്കിനെ തളർത്തിക്കളഞ്ഞ് ബാത്തിലിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തർക്കം അതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തുണ്ടല്ലോ വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന ഈ ആയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, ഞാൻ വേണമെങ്കിൽ ഒന്നില്ല, ഞാൻ പറഞ്ഞു തരാം. ഒന്ന് സൂറത്ത് ഹജ്ജിലെ, നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് ഹജ്ജിലെ 8-ാമത്തെ ആയത്ത്, ഇതിപ്പോ 3-ാമത്തെ ആയത്താണ് അല്ലെ. ഇത് സമാനമായ മുത്തശാബിഹാത്ത് എന്ന് പറയാം അല്ലെ. നമ്മൾ ഖുർആൻ ഹിഫ്ളാക്കുമ്പോ നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും, ഖുർആനിൽ ഒരുപാട് മുത്തശാബിഹാത്തുകളുണ്ട്, ഒരുപോലത്തെ ആയത്തുകൾ അല്ലെ. ആ ഒരുപോലത്തെ ആയത്തുകൾ നമ്മൾ പഠിച്ചു നോക്കിയ ഖുർആൻ ഹിഫ്ളാക്കാൻ ഒരു എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന ആയത്ത് സൂറത്ത് ഹജ്ജിലെ 8-ാമത്തെ ആയത്തിലുണ്ട്. ഇത് 3-ാമത്തെ ആയത്തിലാണ്. 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാനിലെ 20-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ അല്ലേ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് ഗാഫിർ 4-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്ത് ഗാഫിർ 56-ാമത്തെ ആയത്ത്, സൂറത്ത് കഹ്ഫ് നമ്മൾ ഓതാറുണ്ട് വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിൽ, അസത്യം കൊണ്ട് കാഫിരീങ്ങളായ ആളുകൾ തർക്കിക്കുന്നു. സൂറത്ത് കഹ്ഫിൽ 56-ാമത്തെ ആയത്ത്. അപ്പൊ ഒട്ടനവധി സ്ഥലങ്ങളിൽ, ഇവിടെ മാത്രമല്ല, അപ്പൊ അനാവശ്യമായ തർക്കം അത് കാഫിറിന്റെ ജോലിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്ത വിഷയമാണ്, അത് നിഷിദ്ധമായ കാര്യമാണ് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഒട്ടനവധി സ്ഥലങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് വമിനന്നാസി ത്വായിഫത്തുൻ വഫിർഖ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില വിഭാഗങ്ങളുണ്ട്, ചില ഗ്രൂപ്പുകളുണ്ട്. സത്യത്തെ എതിർക്കുന്നവരാണവർ, അവർ അസത്യത്തെ പിന്തുണയ്ക്കുന്നവരാണവർ, അറിവില്ലാത്തവരാണവർ, അറിവില്ലാതെ തർക്കം നടക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർ തെറ്റായ ദലാലത്തിന്റെ പാതയാണ് അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ദലാലത്ത് പിൻപറ്റിക്കൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കുന്നവർ, അവരുടെ ചിന്തകൾ തെറ്റായ ചിന്തകളാണ്, അവരുടെ പ്രവർത്തനങ്ങൾ അത് തെറ്റായ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ അസത്യത്തിൽ നിലനിന്നുകൊണ്ട് ആവശ്യമില്ലാതെ തർക്കിക്കുന്ന ചില ആളുകൾ സത്യത്തെ തകർക്കുവാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഖുർആനിനെ ഇല്ലാതാക്കാൻ വേണ്ടി അസത്യം കൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങളുമായിട്ട് തർക്കിക്കുന്നവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യുരീദൂന ഇഹ്ഖാഖൽ ബാതിൽ വ ഇബ്താലൽ ഹഖ്. ഇത്തരം കാഫിരീകളായ ആളുകൾ യുരീദൂൻ, അവർ ഉദ്ദേശിക്കുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇഹ്ഖാഖൽ ബാതിൽ വ ഇബ്താലൽ ഹഖ്, സത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്,
അസത്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ 32-ാമത്തെ ആയത്തിലൂടെ കൃത്യമായ മറുപടി നൽകി. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകളെ കൊണ്ട്, തൊള്ളകളെ കൊണ്ട്, അവരുടെ നാവിലൂടെ വരുന്ന കഥകളെ കൊണ്ട്, കവിതകളെ കൊണ്ട് അല്ലാഹുവിന്റെ നൂറിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറ വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരീകളായ ആളുകൾ അവർ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, അവർ എത്ര തർക്കിച്ചിട്ടും കാര്യമില്ല, അവർ എത്ര മത്സരിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറിനെ, അല്ലാഹുവിന്റെ വെളിച്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് തെറി വിളിച്ചിട്ടും കാര്യമില്ല, എത്ര ആക്ഷേപിച്ചിട്ടും കാര്യമില്ല. ആരല്ലാഹുവിന്റെ നൂറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ ദീനിനെ, നൂറിനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തു തൗബയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വൽഹാലു അന്നഹും ഫീ ഗായത്തിൽ ജഹ്ലി മാ ഇൻദഹും മിനൽ ഇൽമി ശൈഇ. ഇവരെന്തുകൊണ്ടാ ഈ രൂപത്തിൽ ചെയ്യുന്നത്? ഈ രൂപത്തിൽ ഇവർ കാഫിറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ അജ്ഞരാണ്, വിവരമില്ലാത്തവരാണ്. ശരിയായ വിവരം അവർക്കില്ലാത്തതിന്റെ പ്രശ്നമാണ്. അവരുടെ വിജ്ഞാനം എന്നുള്ളത് പറ്റിക്കുറവാണ്, തീരെ ഇല്ലാത്ത അവസ്ഥയാണ്. തീരെ ഒരു അറിവും അവർക്കില്ല, ശരിയായ വിജ്ഞാനം അവർക്ക് കിട്ടിയിട്ടില്ല. തഖ്ലീദു അയിമ്മത്തുൽ ളലാല, തഖ്ലീദു അയിമ്മത്തുൽ ളലാല. ഇത്തരം ആളുകൾ അവർക്ക് സ്വയം അറിവില്ല, പക്ഷെ അവർ ചെയ്യുന്ന തെറ്റെന്താണ്? തഖ്ലീദു അയിമ്മത്തുൽ ളലാല, വഴികേടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ദലാലത്തിന്റെ പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, പൈശാചിക ചിന്തകളുമായി പ്രവർത്തനങ്ങളുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുഫറുമായി ജീവിക്കുന്നവർ, ബിദ്അത്തുകളുമായി ജീവിക്കുന്നവർ, ദലാലത്തുകളുമായി ജീവിക്കുന്നവർ, അത്തരം ആളുകളെ തഖ്ലീദ് ചെയ്യലാണ് ഇത്തരം ആളുകളുടെ സ്വഭാവം. മിൻ കുല്ലി ശൈത്താനിൻ മരീദ്. ആ അയിമ്മ ആരാണ്? ധിക്കാരികളായ ശൈത്താന്മാരിൽ നിന്നുള്ള, ധിക്കാരികളായ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധിക്കാരം കാണിച്ചു. അതാണ് സാക്ഷാൽ ശൈത്താൻ. ആദം, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, ആദം, ആദമിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. പിശാചിന്റെ സ്വഭാവം എന്നുള്ളത് അഹങ്കാരമാണ്, ധിക്കാരമാണ്. അത്തരം പൈശാചികതയുള്ള, അത് ജിന്നുകളിലുമുണ്ട്, മനുഷ്യന്മാരിലുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് അങ്ങനെയാണ്. ഇത്തരം പൈശാചിക ചിന്തകളുമായി നടക്കുന്നവർ, പിശാചിന്റെ കൂട്ടാളികൾ, അത് ജിന്ന് വർഗത്തിലുമുണ്ട്, മനുഷ്യവർഗത്തിലുമുണ്ട്. അങ്ങനെ നടക്കുന്ന ആളുകൾ ഈ ദലാലത്തിന്റെ അയിമ്മത്തുകളെ തഖ്ലീദ് ചെയ്തവരാണ്. ഒരു വിജ്ഞാനവും അവർക്കില്ല, അവരാണ് അനാവശ്യമായിട്ട് തർക്കിക്കുന്നവർ. മുതമർരിദിൻ അലല്ലാഹി വഅലാ റസൂലി, അവർ അല്ലാഹുവിന് എതിരെ നിൽക്കുന്നവരാണ്. ഈ ശൈത്താനിന്റെ കൂട്ടാളികളുണ്ടല്ലോ, ആ പിശാചിന്റെ പാതയെ പിൻപറ്റുന്നവരുണ്ടല്ലോ, അവരുടെ അയിമ്മത്തുകളുടെ, അവരുടെ കൂട്ടാളികളെ അനുസരിക്കുന്നവരുണ്ടല്ലോ, അവരൊരിക്കലും അല്ലാഹുവിനെ അനുസരിക്കുകയില്ല. അവർ എല്ലാ വിഷയത്തിലും അല്ലാഹുവിനോട് എതിരായിരിക്കും. വഅലാ റസൂലി, അതുപോലെ തന്നെ പ്രവാചകന്മാർക്ക് എതിരായിരിക്കും. മുആനിദിലഹും, അവരോടുള്ള എതിർപ്പ്, അല്ലാഹുവിനോട് എതിർപ്പ് കാണിക്കുന്നവർ, അമ്പിയാക്കന്മാരോട് എതിർപ്പ് കാണിക്കുന്നവർ, അല്ലാഹു വറസൂലഹു, തീർച്ചയായിട്ടും അവർ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിനെ അവർ വെല്ലുവിളിക്കുകയാണ്, അമ്പിയാക്കന്മാർ അവർ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നേരത്തെ ഓതിയല്ലോ, മുഹമ്മദേ, നീ പറയുന്ന ശിക്ഷയുണ്ടല്ലോ, വെല്ലുവിളിയാണ്. നീ പറയുന്ന ശിക്ഷ, ഭാവിയിൽ ഞങ്ങൾക്കൊരു ശിക്ഷ വരാനുണ്ട് എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ കൊണ്ടുവാ, ഇപ്പൊ കൊണ്ടുവാ ഞങ്ങളുടെ മുമ്പില്. ആ ശിക്ഷയൊന്ന് ഞങ്ങൾ കാണട്ടെ. എത്ര അഹങ്കാരത്തിന്റെ വാക്കാണ്! ഈ രൂപത്തിലുള്ള വെല്ലുവിളിയാണ് ഇത്തരം ആളുകളിൽ സംഭവിക്കുന്നത്. ഈ രൂപത്തിലുള്ള തർക്കം അത് നിഷിദ്ധമാണ്, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വസാറമിനൽ അയിമ്മത്തില്ലത്തി യദഊന ഇലന്നാർ,
മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള പിശാചുക്കളും പിശാചിന്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് വേദനാജനകമായ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഒരു വചനമാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്നാരാ? മുഅ്മിൻ, രണ്ട് കാഫിർ. ഒന്ന് മുഅ്മിൻ, രണ്ട് കാഫിർ. ശരിക്കും പഠിച്ചോ? രണ്ട് മരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് മുഅ്മിനിന്റെ മരണം. ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ ബീദുൽ വുജൂഹ്. ഇതാണ് ഒന്നാമത്തെ മരണം. വെളുത്ത മുഖത്തോടുകൂടി മലക്കുകൾ വരും. വെളുത്ത മുഖത്തോടുകൂടിയാണ് ഒരു മുഅ്മിനിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ മലക്കുകൾ വരിക. ഇത് ഒരു മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ മരണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത മരണം പറഞ്ഞു, ഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫി ഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ സൂദുൽ വുജൂഹ്. പേടിപ്പിക്കുന്ന രൂപത്തിൽ, കറുകറുത്ത രൂപത്തിൽ, അങ്ങനെയുള്ള മുഖവുമായിട്ട് കാഫിറിന്റെ അടുക്കലേക്ക് അവരുടെ റൂഹിനെ കൊണ്ടുപോകാൻ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് മരണമാണുള്ളത്, രണ്ട് ഖബറാണുള്ളത്. ഒന്ന് മുഅ്മിനിന്റെ ഖബർ, രണ്ട് കാഫിറിന്റെ ഖബർ. അതുപോലെ തന്നെ പരലോകത്ത് സ്വർഗമുണ്ട്. മുഅ്മിനിന് സ്വർഗമുണ്ട്, കാഫിറിന് നരകമുണ്ട്. ഹുമാ മഹല്ലാനി മാലിന്നാസി ഗൈറുഹുമാ ഫൻദുർ ലിനഫ്സി മാദാ അൻത മുഖ്താറു. ഹുമാ മഹല്ലാനി മാലിന്നാസി ഗൈറുഹുമാ. ഒന്നില്ലെങ്കിൽ സ്വർഗമുണ്ട്, അതല്ലെങ്കിൽ നരകമുണ്ട്. ഇതല്ലാതെ മൂന്നാമതൊരു ഭവനമില്ല. ഇതിന്റെ ഇടയ്ക്കൊരു ജീവിതമുണ്ട്. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ആ ഇടയിലുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. രണ്ട് കേന്ദ്രങ്ങളേ ഉള്ളൂ. പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന രണ്ട് കേന്ദ്രങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. ആ സ്വർഗത്തിൽ പ്രവേശിച്ചവൻ, നരകത്തിൽ പ്രവേശിച്ചവൻ. സ്വർഗത്തിൽ ഖാലിദീന ഫീഹാ, നരകത്തിൽ ഖാലിദീന ഫീഹാ. അതുകൊണ്ട് പൂരപ്രസിദ്ധരായ പണ്ഡിതന്മാർ നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, ഫൻദുർ ലിനഫ്സിക് മാദാ അൻത മുഖ്താറു. ഈ രണ്ട് ഭവനങ്ങളിൽ ഏത് ഭവനം വേണം നിനക്ക് ചിന്തിച്ചോ. ഇപ്പൊ ചിന്തിച്ച അല്ലാഹുവിന്റെ കലാമ് പഠിക്കുകയാണ് നമ്മള്. രണ്ട് ഭവനേ ഉള്ള അല്ലാഹുവിന്റെ കോടതിയിൽ. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. ഏതാ നമുക്ക് വേണ്ടത്? ഫൻദുർ, നീ ചോദിക്ക. ഫൻദുർ ലിനഫ്സിക്, നിന്റെ നഫ്സിനോട് ചോദിക്ക, നിന്റെ മനസ്സിനോട് ചോദിക്ക. ഈ രണ്ട് ഭവനങ്ങളിൽ ഏത് ഭവനമാണ് നീ സെലക്ട് ചെയ്യുന്നത്? സ്വർഗമാണ് എങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടതുണ്ട്. അറിവില്ലാതെ വെറുതെ തർക്കിച്ച് നടക്കുന്ന, വലാലത്തിന്റെ പാതയെ പിൻപറ്റുന്ന, വലാലത്തിലേക്ക് നയിക്കുന്ന പിശാചിനെ പിൻപറ്റുന്ന, വലാലത്തിലേക്ക് നയിക്കുന്ന പിന്നെ അയിമ്മത്തിനെ, കൂട്ടാളികളെ, പിശാചിന്റെ ആളുകൾ, അത് ജിന്ന് വർഗത്തിലുമുണ്ട്, മനുഷ്യവർഗത്തിലുമുണ്ട്. ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, കുഫറിലേക്ക് കൊണ്ടുപോകുന്നവർ, അവരെ നമ്മൾ പിൻപറ്റരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് ഇൽമാണ്. പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇൽമ്, അമല് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. അൽഹംദുലില്ലാഹ്, ഖുർആൻ, ഹദീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ QHLസിലാണുള്ളത്. മടികൂടാതെ, അലസത കൂടാതെ നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ കലാമ് എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും മനസ്സിലാക്കട്ടെ. എന്നിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ 5 നേരം നമസ്കാരത്തിൽ പാരായണം ചെയ്യും. ഏതാ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനയാണ്. പണ്ഡിതന്മാർ അതിന് കൃത്യമായ വിശദീകരണം നൽകി. ദുല്ലന, അല്ലാഹുവേ നീ ഞങ്ങളെ വഴികാട്ടണേ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കൂട്ടർ. നമ്മളിങ്ങനെ ഓതാനല്ല, നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ എത്ര കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
നേരിന്റെ ചൊവ്വിന്റെ പാതയിലൂടെ നടക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിന് അർത്ഥം കൊടുത്തതാ പണ്ഡിതന്മാർ. അതൊരു തൗഫീഖാണ്. അത് ചില ആളുകൾക്ക് കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടൂല. അത് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് മക്കയുടെ മടലാരുണ്യത്തിൽ വരവരച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഹദാ സിറാത്തും മുസ്തഖീമ, ഇതാണ് ചൊവ്വിന്റെ വഴി. ഫത്തബിഊ, അതിനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. ചൊവ്വിന്റെ വഴിയിലൂടെ, നേരായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. വലാ തത്തബിഉസ് സുബുൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വരകൾ വരച്ചിട്ട് പറഞ്ഞു ആ പാതയൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളഞ്ഞ വഴികളെ, പിശാചിന്റെ വഴികളെ, അയിമ്മത്ത് പിശാചിന്റെ ആ കൂട്ടാളികളുടെ വഴികളെ നിങ്ങൾ പിൻപറ്റിയാൽ നേരിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ പിൻപറ്റി പോകും. ഈ സിറാത്തുൽ മുസ്തഖീം ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദീനാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ദീനാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടിട്ട് നമുക്ക് നൽകിയ ദീനാണ്. വലാ യർലാ ലഹും ദീനൻ സിവാ, ല്ലാത്ത വേറൊന്നും അല്ലാഹുവിന് ഇഷ്ടമല്ല. എത്ര കൃത്യമാണ്. വലാ യർലാ ലഹും ദീനൻ വലാ യർലാ ലഹും ദീനൻ സിവാ, ഈ ദീനല്ലാത്തൊരു ദീനും അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇനി കേട്ടോ ഉമ്മമാരെ, ഇനി കേട്ടോ ഉപ്പമാരെ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ് ആ ചൊവ്വായ വഴി. ഏതാണ് നീ അനുഗ്രഹിച്ചവരുടെ പാത? മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ നാലിലേതെങ്കിലും ഒന്നിൽ നമ്മൾ ഉണ്ടാകണം. ഈ എത്ര പരിശ്രമിച്ചാലും നബിമാരുടെ ഡോർ ക്ലോസ് ആയി, ആ ഡോറിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂല. അത് ക്ലോസ് ആയി. അതിന് തൗഫീഖ് ലഭിച്ച കുറെ ആളുകളുണ്ട്. അവരോടൊപ്പം നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ സിദ്ദീഖീങ്ങളാകണം, ശുഹദാക്കളാകണം, വസ്സാലിഹീൻ സാലിഹീങ്ങളാകണം. വഹസുന ഉലൈക റഫീഖാ, ഇവർ എത്രയോ കൂട്ടുകാരാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സിറാത്തുൽ മുസ്തഖീമിന് എദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നായത്തിന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. മൻ ജമഉ ബൈനൽ ഇൽമി നാഫി വൽ അമലി സ്സാലിഹ്, നാഫിയായ ഇൽമ കേൾക്കാൻ വേണ്ടി ആരാണോ ഒരുമിച്ച് കൂടുന്നത് കേട്ടോ, നാഫിയായ ഉപകാരപ്പെടുന്ന ഇൽമ അത് കിട്ടാൻ വേണ്ടി ആരാണോ ഒരുമിച്ച് കൂടുന്നത്, വൽ അമലി സ്സാലിഹ്, ആ കേട്ട ഇൽമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരാണോ ഒരുമിച്ച് കൂടുന്നത്, ഫൈനൽ മുൻഇമ അലൈഹിം ഹും അഹ്ലുൽ ഇൽമി വൽ അമൽ, അവരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ. ആര്? നാഫിയായ ഇൽമ നേടി ആ നേടിയ ഇൽമനുസരിച്ച് ഉപകാരപ്പെടുന്ന അമൽ പ്രവർത്തിച്ചവർ, അവരാണ് ആര്? അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നിട്ട് പറയുകയാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ഒരിക്കലും നിന്റെ കോപം തിരിയായവരുടെ പാതയിലല്ല. അവർ ആരാ? വഹും അൽ യഹൂദ്, അല്ലാഹുവിന്റെ കോപത്തിനിരയായവർ അവർ യഹൂദികളാണ്. വമൻ സലക നഹ്ജഹും, യഹൂദികൾ മാത്രമല്ല, യഹൂദികളുടെ പാതയെ ആരെല്ലാം പിൻപറ്റിയിട്ടുണ്ടോ അവരെല്ലാവരും ഗൈറിൽ മഗ്ദൂബി അലൈഹിമിൽ പെട്ടവരാണ്. നമ്മൾ ആലോചിക്കുക, യഹൂദിയുടെ എത്ര വിശ്വാസങ്ങളാണ് നമ്മളിലുള്ളത്. ഖബറാരാധന അതാരുടേതാ? ജൂതന്റേതാ. ഖബറാരാധന ജൂതന്റേതാണ്. ബർത്ത്ഡേ ആഘോഷം ജൂതന്റേതാണ്. അങ്ങനെ എത്രയെത്ര ആഘോഷങ്ങളാണ്, വിശ്വാസങ്ങളാണ്, എത്രയെത്ര നിലപാടുകളാണ്. നമുക്ക് ഫലസ്തീനു വേണ്ടി വാദിക്കാൻ എന്ത് അവകാശമുള്ളത് കൂട്ടർ ആലോചിക്കുക. ഫലസ്തീനു വേണ്ടി നമുക്ക് വാദിക്കാൻ, ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി വാദിക്കാൻ, ഫലസ്തീനിന്റെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, റസക്ക് വേണ്ടി വാദിക്കാൻ നമുക്ക് എന്ത് അവകാശം? ജൂതന്റെ വിശ്വാസം പേരിൽ നടന്നിട്ട്, ജൂതൻ പഠിപ്പിച്ച കർമ്മങ്ങൾ ചെയ്ത് നടന്നിട്ട്, ജൂതന്റെ നിലപാടുകൾ സ്വന്തം നിലപാടുകളായി സ്വീകരിച്ചിട്ട് എന്നിട്ട് ഫലസ്തീനിന് വേണ്ടി വാദിക്കുക, ഫലസ്തീനിന് വേണ്ടി പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്തവകാശം നമുക്കുണ്ട്? എന്തർഹതയുണ്ട് നമുക്ക്? യഹൂദിയാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം. യഹൂദി എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അവസാനിപ്പിച്ചില്ല. വമൻ സലക നഹ്ജഹും, യഹൂദിയുടെ പാത ആരെല്ലാം പിൻപറ്റിയിട്ടുണ്ടോ അവരെല്ലാവരും അതിൽപ്പെട്ടു. മിമ്മൻ യഅലമുൽ ഹഖ്ഖ, നീ കേട്ടോ, അവരാരാ? യഹൂദികൾ ആരാ? ജൂതന്മാരാരാ? ഹഖായ കാര്യം, സത്യമായ കാര്യം മനസ്സിലാക്കിയവരാണ്, യഥാർത്ഥ ഇൽമ നേടിയവരാണ്. വലാ യഅമലു ബി, ഇൽമുണ്ട് അമലില്ല, ഇൽമുണ്ട് അമലില്ല.
വഴിതെറ്റിപ്പോയ ദലാലത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുമല്ല അല്ലാഹ്. വഹും അന്നസാറ, അവർ ആരാ? നസറാക്കളാണ്. നസറാക്കളാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല. വമൻ സലക മസലകഹും, ആ നസറാണിയുടെ പാതയെ പിൻപറ്റിയവർ മുഴുവൻ വലദ്ദാലിനിൽപ്പെട്ടവരാണ്. മിമ്മൻ യഅബുദുല്ലാഹ തബാരക വതആല ബിഗൈരി ബസീറത്തിൻ വലാ ഇൽം. ആരാ നസറാണി? ആരാ നസറാണി? അവന് ഇൽമില്ല, ഇബാദത്തുണ്ട്. ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്താൽ എന്താ പ്രശ്നം? ഈ ജാതി പിന്നെ കുഫറും ഈ ജാതി ബിദ്അത്തും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? ഇൽമില്ല, അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ വരുന്നത്. ജൂതന്റെ പ്രവർത്തനം എന്താ? ജൂതന് ഇൽമുണ്ട്, യഥാർത്ഥ ഹക്ക് കിട്ടി, യഥാർത്ഥ വിജ്ഞാനം കിട്ടി, പക്ഷെ അതുകൊണ്ട് അവർ അമൽ ചെയ്തില്ല. നസ്രാണിയുടെ നിലപാടെന്ന നസ്രാണിയുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? അവരുടെ ജീവിതത്തിൽ ഇബാദത്തുണ്ട്. അല്ലാഹുവിനെ ആരാധിച്ചു തബാരക വതആല ബിഗൈരി ബസീറത്തിൻ വലാ ഇൽമിൻ, ഒരു ഉൾക്കാഴ്ചയില്ലാതെ ഒരു ഇൽമില്ലാതെ അല്ലാഹുവിനെ അവർ ആരാധിച്ച് ഇബാദത്ത് ചെയ്തവർ. വൽ മഖ്സൂദു അത്തഹദീറു മിൻ ഉലമാഇ സൂ, ദുഷ്ടപ്പെട്ട പണ്ഡിതന്മാരുണ്ടല്ലോ, അത്തരം ആളുകൾക്ക്, ദുഷിച്ച പണ്ഡിതന്മാർ, ദലാലത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ദുഷിച്ച പണ്ഡിതന്മാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അത്തരം ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ ആയത്ത് ദുഷിച്ച പണ്ഡിതന്മാരെ, ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. വഉബാദിൻ ദലാല, അതുപോലെ തന്നെ തെറ്റായ രൂപത്തിൽ ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ്. സുഫിയാൻ ഇബ്നു ഉയൈന പറയുകയാണ്. ആരാണ് സുഫിയാൻ ഇബ്നു ഉയൈന? മിൻ അയിമ്മത്തിൽ ഇസ്ലാമിൽ കിബാരി ഫി ഖർനിസ്ഥാനി അൽ ഹിജ്റ. പഠിച്ചു പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു സുഫിയാൻ ഇബ്നു ഉയൈന. വകാന മുഹദ്ദിസ മക്കത ഫീ സമാനി, ആ കാലഘട്ടത്തിൽ അഥവാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ മക്കയിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു ഹദീസ് പണ്ഡിതൻ മുഹദ്ദിസായിരുന്നു സുഫിയാൻ ഇബ്നു ഉയൈന. ഫഅഖദഅഹു കിബാറുൽ ഉലമാഇ കൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്. സുഫിയാൻ ഇബ്നു ഉയൈനയിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇൽമു നേടിയിട്ടുണ്ട്. ആരെപ്പോലെ? ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ പോലെ. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഗുരുനാഥനാണ് സുഫിയാൻ ഇബ്നു ഉയൈന. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അഥവാ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ ശിഷ്യനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുകയാണ്, ലൗലാ മാലികുൻ വ സുഫിയാൻ ഇബ്നു ഉയൈന ലദഹബ ഇൽമുൽ ഹിജാസ്. ഇമാം മാലിക്കും സുഫിയാൻ ഇബ്നു ഉയൈനയും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ ഹിജാസിൽ നിന്ന് ഇൽമു എന്നേ നഷ്ടപ്പെട്ടേനെ. ഹിജാസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഹിജാസ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മക്കത്ത വൽ മദീന. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം, സഹാബത്തിന് ശേഷം മക്കയിലും മദീനയിലും ദീനിനെ പിടിച്ചു നിർത്തിയ വളരെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഇമാം മാലിക്, സുഫിയാൻ ഇബ്നു ഉയൈന. ആ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അൽ യഹൂദു കാനൂ യഅരിഫൂനൽ ഹഖ്ഖ വലാകിൻ ലാ യഅലമൂന ബി. യഹൂദി ആരാണെന്നറിയുമോ? ജൂതനാണ് ആരാണെന്നറിയുമോ? യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കിയവനാണ്. വലാകിൻ യഅമലൂന ബി, ആ നേടിയ ഇൽമനുസരിച്ച് അവൻ പ്രവർത്തിച്ചില്ല. ബൽ യുഖ്ഫൂന, അതിനവൻ മറച്ചു വെച്ചു. വയുഹരിഫൂനഹു ലിമസാലിഹിം ദുനിയവിയ, പിന്നെ അതുപോലെ തന്നെ ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ആയത്തുകളെ മാറ്റിമറിച്ചു. ഫമൻ കാന മിനൽ ഉലമായി യഅലമുൽ ഹഖ്ഖ, ശ്രദ്ധിച്ചു കേട്ടോ, പണ്ഡിതന്മാരിൽ ആലിമീങ്ങളിൽ ആരെങ്കിലും യഥാർത്ഥ ഇൽമ കരസ്ഥമാക്കിയിട്ട് വയത്റുകുൽ അമല ബിഹി, ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ, ആ ഇൽമ ഒഴിവാക്കിയാൽ, ഔ യബിയു ദീനഹു ബിദ്ദുനിയാ, ദുനിയാവിന് വേണ്ടി അല്ലാഹുവിന്റെ ദീന് വിറ്റാൽ, ഫഫീഹി ശബഹും മിനൽ യഹൂദ്, ആ പണ്ഡിതൻ ജൂതനിൽപ്പെട്ടവനാണ്. ആ ജൂതന്റെ സാദൃശ്യം ആ പണ്ഡിതനിൽ നിങ്ങൾ കാണണമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. നസ്രാനിയെ കുറിച്ച് പറയുന്നു, കാനൂ യഅബുദൂന അല്ലാഹ ബിഗൈരി ഇൽമിൻ വലാ ബസീറ, ഒരു ഇൽമില്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവരാണ് നസ്രാക്കൾ. ഫളല്ലൂ, ഇൽമില്ലാത്തതിന്റെ പേരിൽ അവർ വഴിപിഴച്ചു പോയി. ഫീ ഇബാദത്തിഹിം വൽ ഹറഫൂ അനിൽ തൗഹീദ്, ഇൽമില്ലാത്തതിന്റെ പേരിൽ അവരുടെ ഇബാദത്തുകൾ തെറ്റിപ്പോയി, തൗഹീദിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. അതുകൊണ്ട് മനസ്സിലാക്കണം, ഫമൻ കാന മിനൽ ഉബ്ബാദി യഅബുദുല്ലാഹ ബിഗൈരി ഇൽമിൻ,
അറിവില്ലാതെ ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ ഫഫീഹി ശിബ്ഹും മിനൻ നസറ, അവരിൽ ഒരു നസറാനിയുടെ ഒരു ക്രിസ്ത്യാനിയുടെ സാദൃശ്യം നിങ്ങൾ കാണണമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യഹൂദിയാരെ നമ്മൾ യഹൂദിയല്ലാകേണ്ടത്, നമ്മൾ നസ്രാനിയല്ലാകേണ്ടത്. ഈ ആയത്ത് ഞാൻ വിശദീകരിച്ചത് ഏത് തഫ്സീറാ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആയത്ത് നമ്മൾ 17 തവണ ചുരുങ്ങിയത് നെഞ്ചത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തഫ്സീറാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ കോപത്തിനിരയായ യഹൂദി, അവന് ഇൽമുണ്ട്, അമലില്ല. നസ്രാനി, പിഴച്ചുപോയ നസ്രാനി, അവന് അമലുണ്ട്, ഇൽമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമുൻ നാഫിഅ വൽ അമലു സ്സാലിഹ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ ورزقا طيبا وعملا متقبلا. قال رسول الله صلى الله عليه وسلم, നീ പ്രാർത്ഥിക്കണം ഈ രൂപത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കണം, ഹദീസ് നമ്മൾ പഠിക്കണം, അല്ലാഹുവിന്റെ കലാം നമ്മൾ പഠിക്കണം. ഒരു മടിയും അലസതയും കൂടാതെ കൃത്യമായി നമ്മൾ പഠിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നേരിന്റെ ചൊവ്വിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. നല്ല കൂട്ടാളികളെ നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടുകാരൻ ആരാ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ആരുടെ കൂടെയാണ് നടക്കുന്നത്? നമ്മുടെ ജീവിതം ആരുടെ കൂടെയാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ അവന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരനെ പരിശോധിച്ചാൽ മതിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നാളെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗങ്ങളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനു വേണ്ടി തന്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ചവൻ, തന്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചവർ, അല്ലാഹുവിനു വേണ്ടി മറ്റുള്ളവരെ ഉപേക്ഷിച്ചവൻ, 99 ആളെ കൊന്നവൻ, തനിക്ക് നന്നാകണമെന്ന ചിന്ത വന്നപ്പോൾ മതപണ്ഡിതനെ സമീപിച്ചിട്ട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? എനിക്ക് നന്നാകണം, എനിക്ക് തൗബ കിട്ടുമോ? ആ മതപണ്ഡിതൻ പറഞ്ഞു, നിനക്ക് ആര് തൗബ തരാൻ? 99 ആളെ കൊന്ന് നിനക്ക് ആരാണ് തൗബ തരിക? അല്ലേ? ആ മനുഷ്യനെയും കൊന്നിട്ട് 100 തികച്ചിട്ട് അടുത്ത മതപണ്ഡിതനെ പോയി കണ്ടിട്ട് ചോദിച്ചു, ഞാൻ 100 പേരെ കൊന്നിട്ടാണ് വന്നിട്ടുള്ളത്, എനിക്ക് തൗബയുണ്ടോ? നിന്റെ ആളുകളെ, നിന്റെ കൂട്ടുകെട്ട്, നിന്റെ ബന്ധങ്ങൾ, ഈ നാട് എല്ലാം അവസാനിപ്പിച്ച് കുറച്ചപ്പുറത്ത് ഹിദായത്തുള്ളവരുണ്ട്, സന്മാർഗം പ്രാപിച്ചവരുണ്ട്, അവരുടെ കൂടെ നീ ചേരണം. ആ മനുഷ്യൻ നന്നാകണമെന്ന ചിന്തയോടെ മോശമായ കൂട്ടുകെട്ടും മോശമായ മാർഗങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ നടന്നുപോയി. ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ഏകദേശം ആ ഹിദായത്തിന്റെ നാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യന്റെ റൂഹിനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട കൂട്ടുകെട്ടിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ എന്നും നമ്മുടെ ജീവിതം മോശമായിരിക്കും, ദലാലത്തായിരിക്കും, വഴികേടായിരിക്കും. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ കൂട്ടുകെട്ട് ദീനിന്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെല്ലാം. അതുകൊണ്ട് നാഫിയായ ഇൽമ നേടി നമ്മൾ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആയത്ത് ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൻ യുജാദിലു ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ, ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ. തർക്കമില്ലാത്തർക്കും തിരുത്തട്ടില്ല, ഞാൻ പറയില്ല, ശരിയായ ഉപകാരപ്പെടുന്ന തർക്കമുണ്ട് അല്ലെ, അത് ഞാൻ ആയത്തോതി വിശദീകരിച്ചു. എന്നാൽ ഇൽമില്ലാതെ തർക്കിക്കുന്നവർ തരത്തിലുള്ള ആളുകൾ പിൻപറ്റുന്നത് ധിക്കാരികളായ പിശാചിന്റെ പാതകളെയാണ്. പിശാചിനെ കുറിച്ച് പറയാ, പിശാചിന്റെ മേൽ എഴുതപ്പെട്ടിട്ടുണ്ട്, പിശാചിന്റെ മേൽ കതറുണ്ട്. അന്നഹു മൻ തവല്ല, പിശാചിനെ ആരാണോ രക്ഷാധികാരിയായി സ്വീകരിച്ചത്, അത്തരം രക്ഷാധികാരികളായി സ്വീകരിച്ചവരെ മുഴുവൻ പിശാച് വഴികേടിലാക്കും. പിശാച് പതുക്കെ പതുക്കെ ജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ വഴിതെളിക്കുന്നതാണ്.
അതുകൊണ്ട് പിശാചിന്റെ മാർഗത്തിൽ പെട്ടുപോകാതെ, പിശാചിന്റെ കൂട്ടാളികളുടെ വലയിൽ കുടുങ്ങിപ്പോകാതെ നന്മയുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ്? ആ ഹദീസിലൂടെ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഉത്തമ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. തന്റെ കുടുംബത്തിനോടും തന്റെ നാടിനോടും സമൂഹത്തിനോടും എല്ലാം ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും താങ്കൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ്. അൽ അമീൻ എന്ന് നാട് മുഴുവൻ വിളിച്ച് പിന്നെ പ്രശംസിച്ച മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ബാക്കി എന്നോണം ഇന്ന് നമുക്ക് ഹദീസിൽ പഠിക്കാനുള്ളത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഒരു മനുഷ്യന്റെ ഈമാൻ അത് പൂർത്തിയാകുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിലൂടെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചാൽ മാത്രം പോരാ, പഠിക്കേണ്ട ഹദീസാ. നിസ്കരിച്ചാൽ മാത്രം പോരാ, ദാനം ചെയ്താൽ മാത്രം പോരാ, അതുപോലെ തന്നെ ഒരുപാട് ഹജ്ജ് ചെയ്താൽ മാത്രം പോരാ. ഇത് നമ്മുടെ കുടുംബ ജീവിതം നമ്മൾ പരിശോധിക്കും. നമ്മുടെ കുടുംബ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു നോക്ക്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. നമ്മുടെ നാടിൽ ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബന്ധങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നാടും കുടുംബവും മോശമാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി തന്ന ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സ്വഭാവമാണ്. മോശമായ നമ്മുടെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാണ് അല്ലെ, നമസ്കാരത്തിന് ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നവൻ നമസ്കാരം കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ദിക്റുകളും സലാത്തുകളും ചൊല്ലുന്നവൻ, അതുപോലെ തന്നെ എല്ലാവരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയുടെ വ്യായാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ, അവരോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അത് അവരോടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. അക്മലുൽ മുഅ്മിനീന ഈമാന, മുഅ്മിനേ നിന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല, നിന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. നിന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവം വേണം. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാൾ വേദനിക്കരുത്, നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെയും മനസ്സ് പിന്നെ പടയാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം ഒരാൾക്കും ഭാരമാകരുത് അല്ലെ. നല്ല വാക്ക്, ഖൗലൻ സദീദ. ഞാൻ ഓതിയല്ലോ ആ മുഖത്തിൽ, എപ്പോഴും ഖുത്ബയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഖൗലൻ സദീദ, ലയ്യിന, ഖൗലൻ ലയ്യിന. എത്ര സ്ഥലങ്ങളിലാ മൃദുലമായി ലോലമായി നന്മയിൽ നീ സംസാരിക്കണം എല്ലാവരോടും. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മയോട്, നമ്മുടെ വാപ്പയോട്, അതുപോലെ തന്നെ മക്കളോട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിദ്യാർത്ഥിയെ ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ പഠിപ്പിക്കുന്ന പിന്നെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അല്ലെ, ആ വിദ്യാർത്ഥിയുടെ കുടുംബ ജീവിതത്തിലെ കഥകൾ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പിന്നെ വിദ്യാർത്ഥിയുടെ വീട്ടിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യം. പിന്നെ ആ വാപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ ഭാര്യ ഉപദ്രവിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഭാര്യയുടെ ഒരു സ്വഭാവം കണ്ടുകൊണ്ട് മാത്രം നിന്റെ ഭാര്യയെ നീ വെറുക്കാൻ പാടില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അർത്ഥസമ്പൂർണമായ വാക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എത്ര ഗൗരവമുള്ള വാക്കാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്. ഭാര്യയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം കണ്ടുകൊണ്ട് മാത്രം നീ ഭാര്യയെ വെറുക്കരുത്. രാവിലെ മുതൽ നീ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നീ എഴുന്നേറ്റ് നിന്റെ വീട് നോക്കുന്നു, നിന്റെ ഉമ്മയെ നോക്കുന്നു, നിന്റെ വാപ്പയെ പരിചരിക്കുന്നു, നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, നിനക്ക് വേണ്ടി ജീവിക്കുന്നു. നിനക്ക് കഴിക്കാനുള്ളത്, നിനക്ക് കുടിക്കാനുള്ളത്. നട്ടപ്പാതിരക്ക് നീ കിടന്നുറങ്ങാൻ പോകുമ്പോഴും നിന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള പെണ്ണ്, നിന്റെ ഭാര്യ, നിന്റെ ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല. അവർക്ക് നയാ ശമ്പളമില്ല, നയാ പൈസ ഇല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനം കണ്ടുകൊണ്ട് മാത്രം അവരോട് നീ വെറുപ്പ് കാണിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും മവദ്ദത്തം വറഹ്മ അല്ലേ, അതിനു വേണ്ടിയാണ് ഒരു ഇണ, അതിനുവേണ്ടിയാണ് കുടുംബ ജീവിതത്തിന്റെ ആരംഭം.
സ്നേഹത്തിനു വേണ്ടി, അതല്ല വിദ്വേഷത്തിനു വേണ്ടിയല്ല, പകക്ക് വേണ്ടിയല്ല. എന്തുകൊണ്ടാ വിദ്വേഷം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാ പകയുണ്ടാകുന്നത്? എന്തുകൊണ്ടാ വൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നത്? മോശമായ സംസാരം, നാവിലൂടെ വരുന്ന വൃത്തികെട്ട വാക്കുകൾ അരുതേ. അത് നല്ല സ്വഭാവത്തിന്റെ ഒരു വിശ്വാസിയുടെ അടയാളമല്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫൽയഖുൽ ഖൈറാ, നല്ലത് മാത്രം പറ, അല്ലെങ്കിൽ ഔലിയസ്മുത്, നീ മിണ്ടാതിരിക്കുക എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരോടും, ചെറിയവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറാം, മക്കളോട് കാരുണ്യത്തോടെ പെരുമാറാം, സ്നേഹത്തോടെ പെരുമാറാം. അതുപോലെ തന്നെ മുതിർന്നവരോട് ബഹുമാനത്തോടു കൂടി പെരുമാറാം. അങ്ങനെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മളൊരാളും വെറുക്കരുത്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഒരാളും നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ വെറുക്കാൻ പാടില്ല. ഉമ്മമാരെ, നമ്മളെ വെറുക്കാൻ പാടില്ല. ഉപ്പമാരെ, നമ്മുടെ അയൽവാസി നമ്മളെ വെറുക്കരുത്. നിന്നെപ്പറ്റി നിന്റെ അയൽവാസി നല്ലത് പറഞ്ഞിട്ടില്ല എങ്കിൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങൾ, നമ്മുടെ നാട്ടിൽ ഉള്ളവർക്കെല്ലാം നല്ല ഒരു അഭിപ്രായമായി ഈ ലോകത്തോട് വിട പറയാൻ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ നാട് മുഴുവനോട് ഒഴുകണം. ആ രൂപത്തിൽ എല്ലാവരുമായിട്ട് ഇടപഴകാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. റസൂൽ പഠിപ്പിച്ചല്ലോ, സലാം പറയാ, പുഞ്ചിരിക്കുക, ഖൗലൻ ലയ്യിമ, നീ മൃദുലമായി. ഒരാളുടെയും മനസ്സിന് നിന്റെ വാക്കുകൾ തട്ടാൻ പാടില്ല. മൂർച്ചയേറിയ ആക്ഷേപത്തിന്റെ വാക്കുകൾ നീ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നല്ല സ്വഭാവത്തിന്റെ ഉടമയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോഴേ നിന്റെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് 100,000 ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, 100,000 ഉംറ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടാണ് നമ്മൾ വിട പറയുന്നത് എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ, ഹദീസ് ക്ലാസ് നമുക്കെന്നും ജീവിതത്തിൽ പാഠമാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ പഠന പുസ്തകം ഇത് നിസ്സാരമായി കാണരുത്. ഞാൻ പറയുന്ന ഹദീസ് അതിലുണ്ട്, ഞാൻ പറയുന്ന തഫ്സീറുകൾ അതിലുണ്ട്. വായിക്കണം, പഠിക്കണം, ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളണം. പ്രാർത്ഥന ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആകെ 100 രൂപയുള്ളൂ. ആ 100 രൂപ നമ്മൾ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് തന്നെ ഇത് നമ്മൾ വാങ്ങണം. എത്ര പൈസ നമ്മുടെ വീടുകളിൽ ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോകുമ്പോ ഒരു വീട്ടിൽ ഒരു പുസ്തകമെങ്കിലും ഈ പഠനരേഖ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ 5 മിഠായി കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ 5 മിഠായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച കാര്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി കൊടുക്കുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയൊരു സമ്മാനം. മിഠായിയാണ്, ചിലപ്പോൾ ഒരു 10-20 രൂപ ഉണ്ടാവും. അതല്ല, പക്ഷേ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് പിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പ്രോത്സാഹനം എന്ന് മാത്രം. അതുകൊണ്ട് പിന്നെ എനിക്കൊരു സഹായം ഇവിടെ ഉണ്ടാവണം. എനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റൂല. ചോദ്യം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ, ചോദിക്കാം. അത് പിന്നെ ആരാണ് ഉത്തരം അറിയുന്നത് കൈ പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് അവർക്ക് വരിക. ഈ മിഠായി നമ്മൾ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊരു ചെറിയൊരു പ്രോത്സാഹനം മാത്രമാണ്. ഇതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, ഖുർആൻ പഠിക്കലാണ്, അതുപോലെ തന്നെ ഹദീസ് പഠിക്കലാണ്. പ്രിയമുള്ളവരെ, ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നേരിന്റെ വഴിയിലൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. ശിഫയും ആഫിയത്തും നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ ഈ ദുനിയാവിൽ ഒരുമിച്ചതുപോലെ കുടുംബസമേതം സ്വർഗത്തിൽ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. اللهم اعز الاسلام والمسلمين
ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في فلسطين، اللهم انصر إخوان المسلمين في كل مكان، اللهم انصرهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.